ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒലിവിൻ്റെ തോട്ടമാണ്. ഒലിവിൻ്റെ തോട്ടത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഒലിവിൻകായ എല്ലാം മൂത്ത് പഴുത്ത് നല്ല വയലറ്റ് കളറായിട്ടാണുള്ളത്. മുൻപ് പച്ച കളറായിരുന്നു, മൂക്കുന്നതിന് മുമ്പ് പച്ച കളറായിരിക്കും. മൂത്ത് കഴിയുമ്പോൾ പഴുക്കുമ്പോഴാണ് ഇതിന് ഈ കളറാവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇത് പറിക്കുന്നതിന് മുമ്പ് തോട്ടമെല്ലാം നല്ല വൃത്തിയാക്കിയിടും. കല്ലും മുള്ളും എല്ലാം മാറ്റിക്കളഞ്ഞിട്ട് പറിക്കുന്ന സമയത്ത് വലിയ പ്ലാസ്റ്റിക് ഷീറ്റുകൾ ഇതിൻ്റെ ചോട്ടിലെല്ലാം വലിയ പ്ലാസ്റ്റിക് ഷീറ്റുകളും അതുപോലെ നെറ്റ് പോലുള്ള സംഭവങ്ങളൊക്കെ വിരിച്ചിട്ട് കായൊന്നും നിലത്തുനിന്ന് പെറുക്കിയെടുക്കേണ്ട വരാതെ വലിയ വലിയ ഷീറ്റുകൾ ഇങ്ങനെ ചോട്ടിൽ നിറച്ച് വിരിച്ചിടും. എന്നിട്ടാണ് പറിക്കാൻ തുടങ്ങുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം തോട്ടത്തിൽ നിറയെ ഷീറ്റ് വിരിച്ചിട്ടേക്കുന്നത്. ഒലിവ് പൂവിടുന്നത് മുതൽ വിളവെടുക്കുന്നത് വരെ ഒരു 7 മാസത്തിൻ്റെ സമയമാണുള്ളത്. ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് പൂവിടുക. അതുപോലെ തന്നെ പറിക്കുന്നത് നവംബറിലും. അപ്പോൾ ഇത് കൈകൊണ്ടൊന്നും അല്ല പറിച്ചെടുക്കുന്നത്. വളരെ ചെറിയ കായ ആയതുകൊണ്ട് ഇതുപോലെ കാറ് നിർത്തി നമ്മൾ അതിനകത്തുനിന്ന് കാറിൻ്റെ ബാറ്ററിയിൽ നിന്ന് കറണ്ട് എടുത്തിട്ടാണ് ഇതുപോലുള്ള മെഷീനിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് ഇത് പറിക്കുന്നത്. കണ്ടില്ലേ, നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇങ്ങനെ ഓരോ കമ്പുകളിലും തട്ടി ആ മെഷീൻ കാ മുഴുവൻ അടർത്തിയെടുക്കും. എന്നിട്ട് താഴേക്ക് വീഴും. അപ്പോൾ താഴെ വീഴുന്ന കാ മുഴുവൻ നിലത്തൊന്നും പെറുക്കേണ്ട വരില്ല. ഇതാണ് മെഷീൻ. ഇതിന് ഇവർ ഫറാത്ത എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നമുക്ക് വീണ് കിടക്കുന്ന സൈത്തൂൺ അല്ലെങ്കിൽ ഒലിവിൻ്റെ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. അത് ഇതിൻ്റെ കമ്പെല്ലാം ആയിട്ടാണ് കേട്ടോ ഇവർ പറിച്ചിടുന്നത്. ഇതെല്ലാം പിന്നെ കൂട്ടി വെച്ചതിന് ശേഷം കൊതുമ്പെല്ലാം വാരിക്കളയണം. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ മുഴുവൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഒലിവിൻ്റെ കാ പറിക്കുന്നതും അത് എങ്ങനെയാണ് എണ്ണയാക്കി മാറ്റുന്നതെന്നും അവസാനം വരെ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എനിക്കും ഭയങ്കര അതിശയമായിരുന്നു. ഒരു മുന്തിരിയുടെ അത്രയും പോലും വലുപ്പമില്ല ഈ ഒലിവിൻ കായ്ക്ക്. അതിൽ നിന്ന് എങ്ങനെയാണ് ഇത്ര എണ്ണ ഉണ്ടാവുന്നതെന്ന്. പക്ഷേ പഴുത്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിൽ നിറയെ എണ്ണയാണ്. അപ്പം വളരെ പെട്ടെന്ന് ഇവർ ഒരു മരമൊക്കെ ഈ ഒരു മെഷീൻ ഉള്ളതുകൊണ്ട് പറിച്ച് തീർക്കും. ഇത് സാധാരണ പിന്നെ കൊതുമ്പുന്ന ഒരു ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകളാണ് ചെയ്യാറ് ഇവിടെ. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ആർക്കും പുറത്തിറങ്ങാൻ പറ്റില്ലാത്തത് കൊണ്ട് പണിക്കാരെ ഒന്നും ഇവിടെ കിട്ടാനില്ല. അപ്പോൾ ദാ കണ്ടില്ലേ, ഒരു ചേട്ടനാണ് ഇവിടെ വലിയ വലിയ കമ്പൊക്കെ എടുത്ത് മാറ്റിക്കളയും. പക്ഷേ ബാക്കിയുള്ള ഇലകളെല്ലാം ഇവർ വാഷ് ചെയ്യുന്ന സമയത്ത് ഇലയെല്ലാം പോയിക്കോളും. ഇപ്പം നമ്മളിതിനകത്തുനിന്ന് വലിയ വലിയ കമ്പുകളൊക്കെ എടുത്ത് മാറ്റി കൊടുക്കണം. മില്ലിൽ ബാക്കിയെല്ലാം അഴുക്കുകളും ബാക്കി ഇലകളും എല്ലാം ചെറിയ ചെറിയ ഇലകളൊക്കെ മില്ലിൽ നിന്ന് അവർ തന്നെ എടുത്ത് കളഞ്ഞോളും. കുറച്ചുകൂടെ സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരാളും കൂടെ പണിക്ക് വന്നു കേട്ടോ. അപ്പം നേരത്തെ 2 പേരേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം 4 പേരായി. ഒരാൾ കൊതുമ്പുന്നു, 3 പേര് ഇതുപോലെ പറിച്ചെടുക്കുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഇവർക്ക് വർഷത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള പണി. അപ്പോൾ ഈ കാണുന്നത് ഇതിൻ്റെ പച്ചയാണ് കേട്ടോ. അത് മൂത്ത് വരുന്നേ ഉള്ളൂ. അത് പച്ച ഒലീവ്സ്. ഇതെങ്ങനെയായിരിക്കും ഉണ്ടാവുക ഒലീവ്സ് ആദ്യം പഴുക്കുന്നതിന് മുമ്പ്. നമ്മുടെ ഈ വീട്ടിലെ കുട്ടികളാണ് ദീൻ, രഹാബ്. അവർ ഇത് വെച്ചിട്ട് കളിക്കാൻ വന്നേക്കുന്നതാണ്. അപ്പോൾ കുട്ടികൾക്ക്
ഇതൊക്കെ ഒരു രസമാണല്ലോ അല്ലേ. അപ്പോൾ ഇതുപോലുള്ളൊരു സാധനം വെച്ചിട്ട് വലിയ വലിയ ചപ്പും കമ്പുകളും ഒക്കെ അവരെടുത്ത് കളയുന്നുണ്ട്. നിങ്ങൾ വീഡിയോ കാണുന്ന പോലെ കണ്ടില്ലേ, എൻ്റെ കയ്യിലൊരു ഒലിവിൻ്റെ കായാണുള്ളത്. അത് കണ്ടോ, ഒന്ന് നീക്കി പൊട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് കൂടുതലും ഉള്ളത് എണ്ണയാണ്. കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ ചാക്കുകളിലാക്കി പിന്നെ നമ്മൾ മില്ലിൽ കൊണ്ടുപോയി എണ്ണയാക്കിയെടുക്കും. അപ്പം നമുക്ക് മില്ലിലേക്ക് പോകാം. ഞങ്ങളിപ്പോൾ ഉള്ളത് മില്ലിലാണ്. നമ്മൾ കൊണ്ടുവന്ന ഒലിവിൻകായല്ല, ഇലയോടും കായോടും ഒക്കെ കൂടെ മില്ലിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതിനകത്ത് നിങ്ങളീ കയറി പോകുന്നതിനകത്ത് കാണാം ഇലയും കായും എല്ലാം സെപ്പറേറ്റായി വാഷ് ചെയ്യാനായിട്ടാണ് പിന്നെ പോകുന്നത്. അപ്പോൾ ആ ഒരു പാത്തിയിൽ കൂടെ കയറി പോകുന്ന ഒലിവിൻകായ എല്ലാം കൂടെ ഒരു വാഷ് ചെയ്യുന്ന ഒരു വലിയൊരു സംഭവത്തിലേക്കാണ് ചെന്ന് വീഴുന്നത്. ഇവിടെ എല്ലാം ഇത് വാഷ് ചെയ്ത് ഇതിൻ്റെ അഴുക്കെല്ലാം കളഞ്ഞ് ഇലയെല്ലാം അതിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ടുണ്ടാവും. അപ്പോഴത്തേക്കും ഇത് കണ്ടില്ലേ, ചീത്തയായ കായും എല്ലാം അതിനകത്ത് സെപ്പറേറ്റ് ആയിട്ടുണ്ടാവും ഈ വാഷിൽ തന്നെ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഒലിവിൻകായ എല്ലാം വാഷ് ചെയ്ത് സെറ്റപ്പായിട്ടുണ്ട്. ഇനി അത് വേറെ ഒരു പാത്തിയിൽ കൂടെ പോയി വേറൊരു മെഷീനകത്തേക്കാണ് പോകുന്നത്, അരയ്ക്കുന്ന മെഷീനകത്തേക്ക്. ഇത് ട്രഡീഷണലായിട്ടുള്ള രീതിയല്ല. ഇത് ഞാൻ ഇതിൻ്റെ പുറകെ തന്നെ തൊട്ട് പുറകെ ട്രഡീഷണലായിട്ടുള്ളത് എങ്ങനെയാണെന്നും കൂടെ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇത് മെഷീനിലാണ് ഇത് അരച്ചെടുക്കുന്നത്. ഇത് ഫുള്ള് കായടക്കം കുരുവടക്കം ഇതിൻ്റെ അരഞ്ഞു വരും ഈ മെഷീനകത്ത്. അതിനുശേഷം വലിയ പ്രഷറാണ് ഇതിനുപയോഗിക്കുന്നത്. ആ പ്രഷർ കൊണ്ട് തന്നെ എണ്ണയും ചെളിയും എല്ലാം വെള്ളവും അതിൻ്റെ വെള്ളം സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ മാറ്റപ്പെടുന്നതാണ്. ഓയിൽ ഒരു സൈഡിലേക്കും വെള്ളവും, ഇത് ഓയിലും വെള്ളവും കൂടെ കൂടിയതാണ്. പിന്നെയാണ് ഇത് ഓയിലിലേക്ക് മാറുന്നത്. ആ മെഷീനിൽ തന്നെ സെപ്പറേറ്റ് ആവുന്നതാണ്. അപ്പം നിങ്ങളീ കാണുന്നത് ഒലീവ് ഓയിലാണ്. ഇപ്പോൾ കാണുന്നതാണ് ട്രഡീഷണലായിട്ട് എണ്ണയെടുക്കുന്ന മെത്തേഡ്. അപ്പോൾ ഇതുപോലുള്ള പ്ലേറ്റുകളിൽ നിങ്ങൾക്ക് കാണാൻ പുറകിലായിട്ട് ഒരു കല്ല് കിടന്ന് കറങ്ങുന്നത്. ആ അരച്ചതിന് ശേഷം ഈ വലിയ വട്ടത്തിലുള്ള പ്ലേറ്റുകളിൽ നിരത്തി അരച്ചു വെച്ച ഒലിവ് പേസ്റ്റായി വരും. അതിലിട്ടതിന് ശേഷം വലിയ പ്രഷർ കൊടുത്തതിന് ശേഷമാണ് ഇങ്ങനെ എണ്ണ താഴേക്ക് വീഴുന്നത്. പിന്നെ അതിന് താഴെ വീഴുന്ന എണ്ണ നമുക്ക് ബക്കറ്റിലേക്ക് എടുക്കാവുന്നതാണ്. ഇതാണ് ശരിക്കും ട്രഡീഷണലായിട്ട് എണ്ണ എടുക്കുന്ന മെത്തേഡ്. മറ്റേത് മെഷീനിൽ അരയ്ക്കുന്നു, ഇത് കല്ലുകൊണ്ടാണ് അരയുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഫ്രഷ് ആയിട്ടുള്ള ഒലീവ് ഓയിലാണ് ഈ വരുന്നത്. ഫ്രഷ് ആയിട്ടുള്ള ഒലീവ് ഓയിലിൻ്റെ കളർ ഇതാണ്. ഇപ്പോൾ കാണുന്ന പോലെ നല്ല മഞ്ഞ കളർ, മഞ്ഞയും പച്ചയും കൂടെ കൂടിയ ഒരു കളർ. പിന്നെ കുറേ നാൾ ഇരുന്ന് കഴിയുമ്പോഴാണ് ഒരു ബ്ലാക്ക് കളറോട് കൂടിയ കളറായി വരുന്നത്. അപ്പോൾ ഇത് ഫ്രഷ് ഒലീവ് ഓയിലാണ്. ഫ്രഷ് ഒലീവ് ഓയിലിന് ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കയ്പും ഭയങ്കര എരിവുമാണ്. അപ്പം ഞാനതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അവർ പറഞ്ഞിട്ടാണ് കേട്ടോ ടേസ്റ്റ് ചെയ്തത്. എരിഞ്ഞിട്ടൊരു രക്ഷയില്ല എൻ്റെ മക്കളെ. പക്ഷെ ഞാൻ അവരുടെ മുമ്പിൽ പിടിച്ചു നിന്നു. നമ്മൾ ഇന്ത്യക്കാർ ഭയങ്കരമായിട്ട് എരിവ് കൂട്ടുന്നവരാണെന്നാണല്ലോ പൊതുവെ പറയുന്നത്. അതിനുശേഷം നിങ്ങളീ കാണുന്ന പോലെ മഞ്ഞ കന്നാസുണ്ട്. വലിയ വലിയ മഞ്ഞ കന്നാസുകളിൽ നിറച്ച് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകുന്നതാണ്. പുറകിൽ കൂടെ അഴുക്ക് വെള്ളമാണ് പോകുന്നത് കാണുന്നത്. ഇനി നമ്മൾ മില്ലിൻ്റെ പുറത്ത് എന്താണുള്ളതെന്ന് നോക്കാം. മില്ലിൻ്റെ പുറത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒലിവിൻ്റെ ചണ്ടിയാണ്. ഈ എണ്ണയെല്ലാം പോയി കഴിഞ്ഞ ശേഷം ഇതിൻ്റെ കുരുവും അരച്ച് വരുന്നതിൻ്റെ ചണ്ടിയും എല്ലാം ഉണ്ടല്ലോ, ഇത് ഈ ചാണകം പോലെ കൂടി കിടക്കുന്നത്, അതാണ് ഇത് ഇവർ ഉപയോഗിക്കുന്നത്. തീ പിടിപ്പിക്കാനും കട്ടയാക്കി മാറ്റിയിട്ട് തീ കത്തിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിച്ച് പോരുന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.